മയക്കുമരുന്ന് മണത്ത് കണ്ടുപിടിച്ചിരുന്ന കേരള പോലീസിന്റെ ആദ്യത്തെ സ്നിഫർ ഡോഗായ ബ്രൂസ് എന്ന നീലി വിരമിച്ചു. 11 വർഷമായി പരിപാലിച്ച കെയർടേക്കർ രഞ്ജിത്ത് മോഹനോടൊപ്പമാകും ഇനി ബ്രൂസ്. ഇടുക്കി പൈനാവിലായിരുന്നു ബ്രൂസിന്റെ വിരമിക്കൽ ചടങ്ങുകൾ നടന്നത്. ലാബ്രഡോർ വിഭാഗത്തിലുള്ള ബ്രൂസ് 11 വർഷത്തെ ഉജ്ജ്വല സർവീസിന് ശേഷമാണ് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത്. മയക്കുമരുന്ന് കടത്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു ബ്രൂസ് എന്ന നീലി. കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ശേഖരം മണത്തെടുത്ത് നിരവധി കേസുകൾക്ക് തുമ്പും തെളിവും ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രൂസ് എന്ന കേരള പോലീസിലെ സ്നിഫർ ഡോഗ്. ഇടുക്കി പോലീസിനു വേണ്ടി ജില്ലയിലുടനീളവും കേരള തമിഴ്നാട് അതിർത്തികളിലും പലവട്ടം മയക്കുമരുന്ന് വേട്ട നടത്തി. 2015 3 മാസം പ്രായമുള്ളപ്പോഴാണ് ബ്രൂസ് കേരള പോലീസിലെത്തിയത്. തൃശൂരിലെ പോലീസ് അക്കാദമിയിലായിരുന്നു പരിശീലനം. മറ്റൊരു സിവിൽ പോലീസ് ഓഫീസറായ ജെറി ജോർജും അന്നു മുതൽ ബ്രൂസിനൊപ്പമുണ്ട്. അളവറ്റ സ്നേഹവും പരിശീലനവും നൽകിയാണ് ബ്രൂസിനെ ഇരുവരും വളർത്തിയത്. സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ മികച്ച നേട്ടം കൈവരിച്ച ബ്രൂസ് ദേശീയ മീറ്റിലടക്കം പങ്കെടുത്തിട്ടുണ്ട്. 11 വർഷത്തെ സേവനം അവസാനിപ്പിക്കുന്നതിനുള്ള അറിയിപ്പ് വന്നതോടെ ബ്രൂസിനെ ഷെൽട്ടർ ഹോമിലേക്ക് പറഞ്ഞയക്കാൻ രഞ്ജിത്തിന് മനസ്സ് വന്നില്ല. സേനയിലെ നായയെ നോക്കുന്നയാൾക്ക് അതിനെ ഏറ്റെടുക്കാൻ വ്യവസ്ഥയുള്ളതിനാൽ അതുവഴി അപേക്ഷകൾ നൽകിയാണ് രഞ്ജിത്ത് ബ്രൂസിനെ സ്വന്തമാക്കിയത്. വിരമിക്കൽ ദിവസം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ബ്രൂസിനെ രഞ്ജിത്തിന് കൈമാറി. ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം നാർക്കോട്ടിക്കിൻ്റെ ഒരു കേന്ദ്രമായി ഇടുക്കി. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പും ഇടുക്കിയുടെ ഡേറ്റ അനലൈസ് ഇന്റലിജൻസിനായിരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഡ്രഗ്സിൻ്റെ ബിസിനസ്സും ഡ്രഗ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഇടുക്കി ജില്ലയിൽ വളരെയധികം കുറവാണ്. നീലി നല്ലൊരു ഒന്നാന്തരം ഒരു നാർക്കോട്ടിക് സ്നിഫർ ഡോഗായിരുന്നു. നീലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളും സഹായങ്ങളും നമുക്ക് ഒരിക്കലും വിലമതിക്കാനാകുന്നതല്ല. ബ്രൂസിനെ യാത്രയാക്കാൻ K9 സ്ക്വാഡിലെ മറ്റംഗങ്ങളും എത്തിയിരുന്നു. ഇനി മുതൽ ബ്രൂസ് രഞ്ജിത്തിനൊപ്പം തൊടുപുഴയിലെ വീട്ടിലുണ്ടാകും. ന്യൂസ് മലയാളം, ഇടുക്കി.